നമ്മൾ നേരെ ഒന്ന് തിരികെ വരികയാണ് മലപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നുവെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വരുന്നു. പാണക്കാട് തങ്ങളെ കരുവാക്കി ചിലരുടെ താൽപര്യം സംരക്ഷിക്കാനാണ് തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. ആ പോസ്റ്റ് പിന്നീട് ഡിലീറ്റ് ആക്കുന്നത് കാണാൻ കഴിയുന്നു. ആ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ ലീഗിനുള്ളിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KT സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ലീഗിലെ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കാനായി. സ്വാലിഹ്, ഗുഡ് മോർണിംഗ്. സ്വാലിഹ്, നേരത്തെ നൂർബിന റഷീദ് കഴിഞ്ഞപ്പോൾ സ്വാലിഹിലേക്ക് വരേണ്ടതായിരുന്നു, പക്ഷേ ഇടയ്ക്ക് VPP മുസ്തഫ തത്സമയം നമ്മളോടൊപ്പം വന്നതുകൊണ്ടാണ് ഞാൻ ഒന്ന് വൈകിയത്. അപ്പോൾ അതിനൊരു സോറി ആദ്യമേ പറയുകയാണ്. സ്വാലി കുറേ സമയമായി റെഡിയായി നിൽക്കുകയായിരുന്നു. സാരമില്ല, കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ തിരികെ ലീഗിലേക്ക് വരികയാണെങ്കിൽ എന്താണ് സ്വാലി ഇപ്പോൾ ലീഗ് പതിവിന് വിപരീതമായി നേരിടുന്ന പ്രതിസന്ധി? തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത പാർട്ടിയിൽ ഇപ്പോൾ പക്ഷേ അപസ്വരങ്ങളാണല്ലോ മുഴുവൻ കേൾക്കുന്നത്. മനു, സാധാരണ ഉള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം പോലെ ആയിരുന്നില്ല ഇത്തവണത്തെ നടപടിക്രമങ്ങൾ. പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെ നേരിട്ട് 2 സർവേകൾ പ്രാദേശിക തലത്തിൽ താഴെത്തട്ടിൽ നടത്തി അവിടെ നിന്ന് അഭിപ്രായം സ്വരൂപിച്ചാണ് ഇത്തരത്തിൽ ഒരു പുതുമുഖങ്ങളെയും ജയസാധ്യതയില്ലെങ്കിലും 2 സീറ്റുകൾ വനിതകൾക്കുമൊക്കെ നൽകി ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുന്നത്. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണി പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഓർമ്മിച്ച് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. പിന്നീട് അത് വിശദീകരിച്ച് താൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിച്ച് മറ്റൊരു പോസ്റ്റ് കൂടി പിന്നാലെ വന്നിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ്. അത് PMA സമീറിനെ തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വലിയ അമർഷം അദ്ദേഹം പറയുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ്. ആരുടെ താല്പര്യത്തിനാണ്, എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയത്? ഇവിടെ UA ബീരാനും അതുപോലെ അബുക്കാദർ കുട്ടി നെഹയും ഒക്കെ മത്സരിച്ച, AK ആന്റണി മത്സരിച്ച മണ്ഡലമാണിത്. അവിടെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ സംഘടനാപരമായി പ്രവർത്തിക്കാത്ത ഒരാളെ എന്തിനു കൊണ്ടുവന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. PMA സമീർ PK കുഞ്ഞാലിക്കുട്ടിയുടെ ബെനാമിയാണെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുസ്ലിം ലീഗ് പ്രവർത്തകർ പോലും കേൾക്കുന്നത് ചന്ദ്രികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ്. ഹൈദരലി ശിഹാബ് തങ്ങളെ EDയുടെ മുമ്പിൽ കൊണ്ടുപോയി എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചുവെന്ന് ആരോപണം നേരിട്ടയാളാണ് PMA സമീർ. അദ്ദേഹത്തെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം നൽകണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ അക്കൗണ്ടന്റ് കൂടിയാണ് അദ്ദേഹം. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യം അനുസരിച്ച് കൊണ്ടോട്ടിയിലാണ് ആദ്യം പരിഗണിച്ചിരുന്നത്. എന്നാൽ വലിയ വിമർശനം വന്നതോടെ പിന്നീട് തിരൂരങ്ങാടിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ആരും ചോദ്യത്തിന് അതീതരല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മിൻബറിൽ നിൽക്കുന്ന ഖലീഫയോട് പോലും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ സ്നേഹിക്കുന്നവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് അച്ചടക്ക ലംഘനമായി കാണേണ്ടെന്നും ചോദ്യങ്ങൾ ഉണ്ടാവുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പോസ്റ്റ് അദ്ദേഹം ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. ഒരു വലിയ രൂക്ഷമായ വിമർശനങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയെ ലക്ഷ്യം വെച്ച്, സാദിഖ് അലി തങ്ങളെ ലക്ഷ്യം വെച്ച് അബ്ദുറഹ്മാൻ രണ്ടത്താണി നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായി രണ്ടത്താണിയുടെ കലാപക്കൊടി അത് ഇനിയും വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തുടരാനാണോ സാധ്യത? സാധാരണഗതിയിൽ ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ്? ഒരു പോസ്റ്റ് ഇട്ട് പ്രതിഷേധം അറിയിക്കും, അതെല്ലാവരും കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ പയ്യെ അങ്ങ് ഡിലീറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ടല്ലേ? തീർച്ചയായും ഇത് വലിയ കൂടിയാലോചനകൾക്ക് ശേഷം ഇട്ട ഒരു പോസ്റ്റാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ അദ്ദേഹം ഈ അപസ്വരം, അദ്ദേഹം ഈ ഒരു വിമർശനം ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് ആ പോസ്റ്റ് വിശദീകരിച്ച് നൽകുകയാണ് പിന്നീട് ചെയ്തിരുന്നത്. അത് സാദിഖ് അലി തങ്ങളെ പിന്തുണച്ചുകൊണ്ടുള്ള തങ്ങന്മാരെ, സാദിഖ് അലി തങ്ങളെ താൻ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നുള്ളൊരു വിശദീകരണമാണ് ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് തിരൂരങ്ങാടിയിലെ പൊതുവായ ഒരു വികാരം
അതായത് PMA സമീറിനെ പോലെ സംഘടനാ പ്രവർത്തനത്തിൽ പരിചയമില്ലാത്ത ചന്ദ്രികയുടെ ഒരു മാനേജിംഗ് ഡയറക്ടർ മാത്രമായിരുന്ന അക്കൗണ്ടന്റ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളെ എന്ത് താല്പര്യത്തിലാണ് തിരൂരങ്ങാടി പോലെ ഉറച്ച ഒരു സീറ്റിലേക്ക് കൊണ്ടുവന്നത് എന്ന ഒരു ചോദ്യം തിരൂരങ്ങാടിയിൽ പൊതുവിലുണ്ട്. ഇത് സാധാരണ പ്രവർത്തകർക്കിടയിലുണ്ട്. ഇന്നലെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പൊതുവായുള്ള ഒരു വിമർശനം, ഇയാൾ ആരാണ് എന്നൊക്കെ മുസ്ലിം ലീഗിൻ്റെ തന്നെ ഗ്രൂപ്പുകളിൽ ചോദ്യമുയരുന്നുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ചയായാണ് ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടറിയും ആ പ്രദേശത്തുകാരനുമായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമല്ല, അത് PMA സമീറിനെതിരെ അതല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള വിമർശനങ്ങളുടെ അല്ലെങ്കിൽ ഒരു അസംതൃപ്തിയുടെ തുടർച്ചയാണ് ഈ പോസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മനു. ഓക്കെ, താങ്ക് യു സ്വാലിഹാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും വലിയ അതൃപ്തി, അസംതൃപ്തി മുസ്ലിം ലീഗിൽ രൂപപ്പെട്ടിരിക്കുന്നു. അത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അത് രണ്ടത്താണിയുടെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമല്ല എന്നാണ് സ്വാലിഹ് പറയുന്നത്. അത് ഒരു വലിയ കൂട്ടം ആളുകളുടെ അതൃപ്തി രണ്ടത്താണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റായി പുറത്തേക്ക് വന്നതാണ്. അത് കുഞ്ഞാലിക്കുട്ടിയെയും തങ്ങളെയും ഒക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് വളരെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്.